ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ശ്യാമാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹരിയാലി ചിക്കനാണ്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബൗൾ മല്ലിയില, ഒരു ബൗള് പുതിനയില, അതേപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഈ കൂടാതെ ചിക്കൻ നന്നായിട്ട് ഉപ്പും ഒരു ഫുള്ള് ചെറുനാരങ്ങയുടെ നീരും ഞാനിതിൽ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ മല്ലിയിലയും പുതിനയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കുന്നത്. ഇനി ഈ ചിക്കന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ കൂടുതലായിട്ട് സ്പൈസസ് ഒന്നും തന്നെ ചേർത്തില്ല. അത് സ്പൈസിയേ അല്ല. മാത്രമല്ല ഈ വെളുത്തുള്ളിയുടെയും അതേപോലെ ഇഞ്ചിയുടെയും ആ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർക്കാം. പക്ഷെ ഇതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. മാത്രമല്ല ഈ ചിക്കന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഏത് ആളുകൾക്ക്, അതായത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഒരു മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില എന്നിവയെല്ലാം ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച പച്ച നിറത്തിലുള്ള ചിക്കൻ റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് വേവിക്കാനായിട്ട് നമ്മുടെ അടുത്ത് കബാബ് സ്റ്റിക്കോ അതേപോലെ ഗ്രില്ലോ ഒന്നുമില്ല. ഇനി എങ്ങനെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക? അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പത്തൊരു ഇഡലി പാത്രം വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു സ്റ്റീമർ വെക്കുകയാണ്. ആ സ്റ്റീമർ വെച്ചതിന് ശേഷം ഒരു ചെറിയ അടപ്പുള്ള ഒരു വട്ടത്തിലുള്ള പാത്രം കൂടി അതിലേക്ക്, ആ സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഒരു വാഴയില എടുത്ത്, ഒരു വാഴയുടെ നാക്കില എടുത്തിട്ട് അതൊന്ന് നമ്മൾ തീയിൽ വെച്ച് വാട്ടിയതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഈ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ, അതായത് ഇലകളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഗ്രേവിയോട് കൂടിയിട്ട്, അതായത് ചിക്കനിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്, അതൊക്കെ കൂടിയിട്ട് മുഴുവനായിട്ട് നമ്മൾ ഈ ഇലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇല ഒന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. എങ്ങനെ വെച്ചാൽ മൂടി വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ അടപ്പ് അടച്ചു വയ്ക്കുക. അതിനുശേഷം ആ ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് മൂടി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം അത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം സിമ്മാക്കിയിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിന് ശേഷം ഇത് എന്തായെന്ന് നോക്കാം. നമ്മൾ തുറക്കുകയാണ്. തുറന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ഹരിയാലി ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് പതുക്കെ തുറന്ന് നോക്കാം. ഓയിലില്ലാതെ വളരെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്കൂ, എല്ലാവർക്കും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം. ഇനി ഞാൻ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് 1-2 എണ്ണം എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടൊന്ന്, കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഓയിൽ വേണമെങ്കിൽ, ഇത് ഓയിലില്ലാതെ തന്നെയാണ് കേട്ടോ, ഞാനൊന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ മാത്രം കേട്ടോ, അത് അത്ര മസ്റ്റല്ല, വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. ഹരിയാലി ചിക്കൻ സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.